ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ? ഇന്ന് ഞാൻ വ്ളോഗായിട്ടല്ല വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് സാധാരണ മിക്കവാറും ഞാൻ വ്ളോഗാണ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ വ്ളോഗല്ല ചെയ്യണത് കേട്ടോ. അല്ലാതെ ഇന്ന് കുക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അച്ചാറുണ്ടാക്കുന്നുണ്ട്, അതുപോലെ ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ അതേ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ നെല്ലിക്കയൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് അത് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഞാനതിങ്ങനെ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് നെല്ലിക്ക, അല്ലേ? അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് നെല്ലിക്ക കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് കഴിക്കാൻ നോക്കാം, അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോണ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ നെല്ലിക്കയുടെ സീസൺ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നെല്ലിക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നെയ്യ് ഇവിടെ ഒരുപാട് ചേർത്ത്, ഒന്നിലും നെയ്യ് ഒരുപാട് ചേർക്കാറില്ല. ഏതായാലും ഞാനുള്ള നെയ്യ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടായ സമയത്ത് നമ്മൾ ഈ നെല്ലിക്ക അരച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നെല്ലിക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പാനി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് ചൂടാക്കി അങ്ങനെ എടുക്കുകയല്ല ചെയ്യണേ കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുന്നേ ആയിട്ട് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മാറ്റി വയ്ക്കും. അപ്പോൾ തന്നെ നമ്മൾ ശർക്കര കലിഞ്ഞലിഞ്ഞ് വരും കേട്ടോ. ഒരുപാട് നേരം ഒന്നും വയ്ക്കില്ല കേട്ടോ, കുറച്ച് നേരം. പിന്നെ അതിൻ്റെ ചെറിയ പീസും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഞാൻ ആവശ്യമാവുന്ന ആ ഒരു ടൈമിൽ ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ നെല്ലിക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇനി അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഉരുളിച്ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ചട്ടിയാണ് ഇവിടെ കട്ടിയുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും എന്തുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ശർക്കര ഒഴിച്ചതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ മാറ്റുന്ന സമയത്ത് ആവി പോലെ ഇങ്ങോട്ട് വന്നിട്ട് അതിങ്ങനെ പൊട്ടും. അപ്പോൾ എന്താ വെച്ചാൽ അതിലുള്ള വെള്ളം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ പോയി കിട്ടും. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരുപാട് കട്ടയായിട്ട് ഇങ്ങനെ വരില്ലേ, അങ്ങനത്തെ രീതിയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കിയാൽ മതി. അല്ല ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അത് കൂടിച്ചേരരുത്. നമ്മളിങ്ങനെ സൈഡിലേക്ക് നീക്കി കൊടുക്കുന്ന സമയത്ത് കൂടിച്ചേരരുത്. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഇത് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് കുറച്ചും കൂടെ നമ്മൾ ഒഴിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കണത് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉലുവയൊക്കെ ഒന്ന് കളറ് മാറി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറക്റ്റ് ഒരു അളവിലല്ല നെല്ലിക്ക എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അളവ് പറയാത്തത് കേട്ടോ. അപ്പോൾ അച്ചാറിലേക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഏറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കുക. ഉലുവയും അതുപോലെ കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടുക് പൊട്ടാനാവുന്നുണ്ട്. അപ്പോൾ കടുക് ഇങ്ങനെ തെറിക്കും. നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു രീതി ആവുന്നത് വരെ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാനിത് സ്പ്രെഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നെല്ലിക്കച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആവി കയറ്റിയിരിക്കുന്ന നെല്ലിക്കയിൽ പകുതി നമ്മൾ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പകുതി ഞാൻ അച്ചാർ ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കടുകും ഉലുവയും കൂടെ നമ്മൾ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, പൊട്ടലൊക്കെ ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു കടുകിൻ്റെ. അപ്പോൾ ഇനി അതൊന്ന് ചൂടാറുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞ കേട്ടോ. ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക കണ്ടില്ലേ, ആ നെല്ലിക്ക എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിലേക്കൊക്കെ പിന്നെ എന്തായാലും കുറച്ച് അത്യാവശ്യം ഉപ്പും എരിവും ഒക്കെ വേണമല്ലോ. അപ്പോൾ ഞാനത് ചെയ്യുന്നതിന് ഇടയ്ക്ക് അപ്പൂസ് വന്നിരിക്കണം കേട്ടോ, അവനെ ഇളക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാശ്മീരി മുളക് പൊടി വാങ്ങിയിരിക്കുന്നത് കേട്ടോ. സാധാരണ ഇവിടെ വാങ്ങിക്കാറില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നെല്ലിക്ക അച്ചാറിടുന്ന പോലെ തന്നെ നാരങ്ങ അച്ചാറിടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് അച്ചാറിലേക്കും വേണ്ടിയിട്ട് ചെറിയൊരു പാക്കറ്റ് കാശ്മീരി മുളക് പൊടിയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടിലേക്കും ചേർത്ത് കൊടുക്കണോടുകൂടി അത് തീരൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ, അത്രയും വാങ്ങിച്ചിട്ടുള്ളേ. അപ്പോൾ അങ്ങനെ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഞാൻ ഈ 2 അച്ചാറിലേക്ക് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയിരിക്കുന്ന കായപ്പൊടിയാണ് കേട്ടോ. 20 രൂപയുടെ കായപ്പൊടിയാണ് വാങ്ങിയിരിക്കണേ. ഇതും ഈ 2 അച്ചാറിലേക്കും കൂടെ കറക്റ്റാണ് കേട്ടോ. പണ്ട് നമ്മൾ കായം വറുത്ത് പൊടിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ നെല്ലിക്ക ആവി കയറ്റിയ സമയത്ത് കിട്ടിയിട്ടുള്ള നെല്ലിക്കയുടെ വെള്ളമാണ് കേട്ടോ. ആ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എള്ളെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ, എള്ളെണ്ണ അങ്ങനെയുള്ളതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ കടുകും ഉലുവയും പൊടിച്ചിരിക്കുന്നതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൽ വെള്ളം വരും, പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കായപ്പൊടി വാങ്ങില്ല, കായം വാങ്ങിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കായപ്പൊടി വാങ്ങിക്കുകയാണ് കേട്ടോ. നമ്മൾ സാമ്പാറിലേക്കാണെങ്കിലും ഇപ്പോൾ കായം ചേർക്കണില്ല കേട്ടോ. കായം നമ്മൾ സാമ്പാർ പൊടിയിലുള്ളതുകൊണ്ട് ആ ഒരു കൂട്ടിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ കുപ്പിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിവിടെ കണ്ണിമാങ്ങ അച്ചാർ വാങ്ങിയിരിക്കുന്ന കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ പൊട്ടണ കുപ്പി ഉണ്ടല്ലോ, ചില്ലിൻ്റെ കുപ്പിയിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. പിന്നെ നെല്ലിക്ക ആയിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കിയിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചാറൊന്നും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ പുറത്ത് ചില്ലിൻ്റെ കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് എൻ്റെ വീട്ടിൽ അച്ചാറുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടാക്കുകയാണോ അതിൻ്റെ പകുതി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അച്ചാർ ഉണ്ടാക്കലും അതുപോലെ ലേഹ്യം ഉണ്ടാക്കലും ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെക്കട്ടെ. പിന്നെ നമ്മൾ വെള്ളമില്ലാത്ത കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.